ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡിയോ വ്ളോഗാണ്. എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും, പക്ഷേ എന്നെ പോലത്തെ ആൾക്കാരും ഉണ്ടായിരിക്കും. ഞാൻ ഇതുവരെ സ്റ്റുഡിയോയിൽ പോയിട്ടില്ല. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഒരുപാട് പേര് സ്റ്റുഡിയോയിൽ പോയി ഷോപ്പിംഗ് ചെയ്യണ എൻ്റെ വീഡിയോസൊക്കെ കണ്ടത്. അപ്പം കണ്ടപ്പോൾ എനിക്ക് കളക്ഷൻസൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. എനിവേസ് നമ്മൾ വിവേരിയ മോൾ ചെന്നൈയിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡിയോൻ്റെ ഔട്ട്ലെറ്റിലാണ്. ആദ്യം തന്നെ ഞാൻ ഈ ക്രോക്സും കുറച്ച് ഫുഡ് വെയറിൻ്റെ സ്ഥലത്തോട്ടാണ് പോയത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എവറിത്തിങ് സ്റ്റാർട്ടഡ് ഫ്രം അറൗണ്ട് 299, 399 ആ ഒരു റേഞ്ചിലായിരുന്നു. പിന്നെ അവർക്ക് ബൂട്ട്സിൻ്റെയും കൂടി കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബൂട്ട്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് 999 ഒക്കെ വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ അധികം സെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ പ്രൈസിങ് തന്നെയായിരുന്നു. പക്ഷേ ഐ തിങ്ക് ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് സെയിൽ ഇടാറുണ്ട് ഇവർ. അപ്പോൾ ആ ഒരു സമയത്ത് ഇനി ഒരു പ്രാവശ്യം കൂടി എനിക്ക് വരണം. ഇനി ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് പ്രൈസ് വൈസ് നോക്കുമ്പോഴും നമ്മളിപ്പോൾ ഇത് വേറെ മാക്സിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പാൻറ്റലൂൺസിലൊക്കെ പോയി എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ചിലപ്പോൾ ഡബിൾ പ്രൈസ് കൊടുത്തിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു വ്യത്യാസം എനിക്ക് ഉറപ്പായിട്ടും തോന്നി. അല്ലെങ്കിൽ മിനിമം ഒരു 300-400 റുപ്പീസ് എങ്കിലും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ വേറൊരു കടയിൽ കൊടുത്താൽ ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിന്ത്രയിൽ ഓഫർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ജിയോ ഇതിലൊക്കെ ഓഫർ വരുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഡീൽ. പക്ഷെ നമ്മൾ നേരിട്ട് പോയി എടുത്ത് ട്രൈ ഓൺ ചെയ്തെടുക്കുമ്പോൾ അതൊരു വേറെ ഫീലാണ്. നമുക്കത് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ വാങ്ങിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി മൊത്തത്തിൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഈ ഡ്രസ്സിൻ്റെ കളക്ഷൻസാണ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത്. അത്യാവശ്യം നല്ല ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് അപ് ടു ഈവൻ 3XL 4XL വരെ ചിലതിനൊക്കെ അവർക്ക് സൈസസ് അവൈലബിൾ ആയിരുന്നു. ഈ 399 കളക്ഷൻസ് ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ക്വാളിറ്റി ഒന്നും അത്ര എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെ സൈഡ് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ പോയത് കോസ്മെറ്റിക് സെക്ഷനിലാണ്. കോസ്മെറ്റിക് സെക്ഷനിൽ കണ്ടമാന സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. എല്ലാം ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. ഫ്രം നെയിൽ പോളിഷ് ടു ലിക്വിഡ് ലിപ്സ്റ്റിക്, ക്രയോൺ ലിപ്സ്റ്റിക്, ലിപ്പ് ഓയിൽ, പിന്നെ മേക്കപ്പ് വൈപ്പ്, സെറ്റിംഗ് സ്പ്രേ, നമ്മുടെ ഗ്ലോ ഹൈലൈറ്റർ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ റേഞ്ചിലുള്ള പ്രൊഡക്ട്സും ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് അറ്റ് എ വെരി അഫോർഡബിൾ പ്രൈസ്, ലൈക്ക് 149 റുപ്പീസ്, 199 റുപ്പീസ് ഈ രീതിയിലായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ പെർഫ്യൂംസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പെർഫ്യൂംസ് ഒന്നും ഞാൻ അത്ര നോക്കാൻ നിന്നില്ല. പിന്നെ അവർക്ക് ഒരു കുറച്ച് ക്രോസ് ബാഗ്സിൻ്റെ കളക്ഷൻസ് കൂടി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫാൻസി റിസ്റ്റ് ബാൻഡ്സ്. അതിനുശേഷം ഈ പിങ്ക് ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മേ ബി നെക്സ്റ്റ് ടൈം ഐ വിൽ ഗെറ്റ് ദിസ്. പിന്നെ വിന്റർ വെയർസിൻ്റെ കുറച്ച് കളക്ഷൻസും കൂടി ഉണ്ടായിരുന്നു. നല്ല ബാഗി ജീൻസ് ഉണ്ടായിരുന്നു, ജോഗേഴ്സ്, ക്യാപ്രിസ്, സ്കിൻ ഫിറ്റ് ജീൻസ്, ജഗ്ഗിങ്സ്, അങ്ങനെ അത്യാവശ്യം ബോട്ടം വെയറിൽ നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ ഡ്രസ്സസിൻ്റെ ആളാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സസ്സാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ പോലെ സ്റ്റുഡിയോ ഭയങ്കര അഫോർഡബിൾ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്തൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തെന്ന് കാണിച്ചു തരാം. ഒരുപാടൊന്നുമില്ല, ആകും 2 ഉള്ളൂ. അപ്പോൾ കം ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ ഈ കാണുന്ന 2 ഡ്രസ്സസാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഒന്നൊരു ലോങ് ഡ്രസ്സാണ്, ആ ബ്ലൂ കളർ. പിന്നെ മറ്റേതൊരു യെല്ലോ ആൻഡ് പിങ്ക് ഒരു ഷോർട്ട് ഡ്രസ്സാണ്. അത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കയ്യിൽ കുറച്ച് നല്ല പഫ്ഡ് സ്ലീവാണ്. പിന്നെ ഇത് കൂടാതെ ഞാനൊരു ബ്യൂട്ടി സ്പഞ്ചും വാങ്ങിച്ചു. പിന്നെ കുറച്ച് കോട്ടൺ പാഡ്സ് നമ്മുടെ മേക്കപ്പ് ഒക്കെ വൈപ്പ് ചെയ്യാനുള്ളത് വേണ്ടി വാങ്ങിച്ചു. അത്ര തന്നെ നമ്മൾ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാറായി. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.